സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ന്യൂ ഇയറിലെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇല്ലാത്തപ്പോൾ പലരും വിളിച്ച് അന്വേഷിച്ചു, എന്ത് പറ്റി, വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണോ, അച്ഛൻ ഷെയർ ചെയ്തിട്ടില്ലേ, അങ്ങനെയുള്ള ഒത്തിരിയേറെ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്തു, വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന്. എന്നാലും ചെറിയൊരു പരാതി ഉണ്ട് കേട്ടോ. പലരും വീഡിയോ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ദയവ് ചെയ്ത് വീഡിയോ ഒക്കെ കാണുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് കൂടുതൽ ഉത്സാഹത്തോടെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ കഴിഞ്ഞ ആഴ്ച വീഡിയോ എടുക്കാൻ സാധിക്കാത്തത് ഇങ്ങനെ പനി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചെറിയ പനിക്കോളൊക്കെ ഉണ്ട്. എങ്കിലും കൂടുതൽ ആക്റ്റീവായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുക. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഈ ജാനുവരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു കലാപരിപാടി എന്ന് പറയുന്നത് പലരും പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു സംഭവമാണ്. ഫോർട്ട് കൊച്ചിയിലും എന്തിനിപ്പോൾ കോട്ടയത്തും അങ്ങനെ പല ഏരിയയിലും ഇതുപോലെ പാപ്പാഞ്ഞി കത്തിക്കാൻ വേണ്ടി ആളുകളുടെ ഒരു ഉത്സവം തന്നെയായിരുന്നു. ജനലക്ഷങ്ങളാണ് ഈ ഒരു പരിപാടി കാണുവാൻ വേണ്ടി പോയത്. ബോച്ചെ പോലുള്ളവരൊക്കെ വയനാട്ടിലും എല്ലാം ഇതുപോലെ വലിയ പാപ്പാഞ്ഞിയെ കത്തിക്കുവാൻ വേണ്ടി ഒരുക്കുന്നത് കണ്ടു. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലുള്ള മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെ അപകടം പിടിച്ചൊന്നാണ്. ഇതെല്ലാം കത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പഴയ മനുഷ്യനെ കത്തിച്ച് പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ അനുസ്മരിക്കുക. പലപ്പോഴും അത് തിരിച്ചറിയാതെ നമ്മൾ ചില കാര്യങ്ങളിലേക്ക് മാത്രം, ആഘോഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത് ഈ വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഏരിയയിലൊന്നും അടുക്കാൻ പറ്റില്ല, അതുപോലെ ജനത്തിരക്കാണ്. കാരണം ഒരു തരത്തിലും വണ്ടി പോലും ഓടിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ. അവസാനം പോലീസ് തന്നെ ആ പ്രദേശത്തുള്ളവരല്ലാതെ ആരും വണ്ടി കൊണ്ടുപോകാനും പാടില്ല എന്നുള്ള രീതിയിൽ ട്രാഫിക് ബ്ലോക്കും അങ്ങനെയെല്ലാം സൃഷ്ടിച്ച് അതെല്ലാം കൊണ്ടുപോകുമ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ. നമ്മൾ ആഘോഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം നമുക്കില്ല. അതേസമയം ഈ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ഒന്നാകണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും. ഞാനും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിവർത്തനം നടത്തുന്നുണ്ടോ? ഈ ആഘോഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഈ പഴയ മനുഷ്യനെ മുഴുവനായി കത്തിച്ചെറിയുമ്പോൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ, നമ്മുടെ ദുശീലങ്ങൾ, നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ, അതെല്ലാം നമ്മളിത് മാറ്റി ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളാതെ ഈ ഒരു ആഘോഷത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ എത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ആഘോഷങ്ങൾ എപ്രകാരമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുക? അതിനുശേഷവും ഒത്തിരിയേറെ തമ്മിത്തല്ലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കാതിരിക്കുക. പക്ഷേ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മരണ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഈ ഒരു സന്തോഷത്തിന് കാരണമായിട്ട് മാറുന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അത് ക്രിസ്തു എന്നിൽ ജനിച്ച നിമിഷമാണ്. ആ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മളൊരു ആഘോഷമായിട്ട് മാറുമ്പോഴാണ് അത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും അർത്ഥവത്തായിട്ട് മാറുക. അപ്പോൾ അതിന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ ഈ തവണ എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇങ്ങനെ പാപ്പാച്ചിനെ കത്തിച്ച് പൈസ കളയേണ്ട കാര്യമില്ല, നമുക്കതൊരു നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാം. നല്ല തീരുമാനമല്ലേ? അതുപോലെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു പൈസ വിനിയോഗിക്കുമ്പോൾ അത് അർത്ഥമുള്ള ഒന്നായി മാറുന്നുണ്ട്. ലക്ഷങ്ങളാണ് ഇതുപോലെ കത്തിച്ച് കളയുന്നത്, അല്ലേ? കത്തിച്ച് കളയാൻ വേണ്ടി ആൾക്കാർ കൂടുമ്പോൾ അതൊരു ആവേശം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ലക്ഷങ്ങൾ മുടക്കി ഇതുപോലെ കുറ്റൻ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പാപ്പാഞ്ഞി എന്നെല്ലാം പറഞ്ഞ് അത് കത്തിച്ച് കളയുമ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ലഭിക്കുക? നമ്മൾ വിമർശനമുക്തിയോട് കൂടി നോക്കിക്കാണേണ്ട ഒരു സംഭവം കൂടിയാണ്. എല്ലാ വർഷവും ഇത് ആഘോഷമാണ്. ഇപ്പോൾ തൃശ്ശൂർ ഞാൻ കൊച്ചനായിരുന്ന സമയത്തൊക്കെ എനിക്കറിയാം, അവിടെ ഒരു വീട് പണിയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പള്ളി പണിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പൈസ ചോദിക്കുകയാണെങ്കിൽ ആർക്കും തരാനുണ്ടാകില്ല. എന്നാൽ പള്ളിയിലെ വെടിക്കെട്ടിന് വേണ്ടി ഒന്ന് ചോദിച്ചു നോക്കിക്കേ, എത്ര പൈസ വേണമെങ്കിലും അവർ മുടക്കും. ഒരു ദിവസം 10 ലക്ഷം രൂപയുടെ പടക്കം പൊട്ടിച്ച് തീർക്കാനൊന്നും അവരെ സംബന്ധിച്ച് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളൊരു പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അവ മുഖം തിരിക്കും. പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഈ ആഘോഷങ്ങൾ എന്തിനു വേണ്ടിയാണ്? എന്ത് സാറ്റിസ്ഫാക്ഷനാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇത് എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആഘോഷങ്ങൾ മറ്റുള്ളവരുടെ വേദന മാറ്റുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അതല്ലേ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു സ്മരണ എന്ന് പറയുന്നത്? അതോ ഈ കത്തിത്തീരുന്ന ആ ഒരു ദൃശ്യമാണോ എന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? അതോ ഒരാളെ സഹായിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷത്തിൻ്റെ ആ ഒരു പുഞ്ചിരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക.
ഇത് നിങ്ങളെ വിമർശിക്കുവാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല, മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ചില മേഖലകളാണ് ഇതൊക്കെയൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നല്ല പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ എടുക്കുമെന്ന വിശ്വാസത്തോടെ ഇവിടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.